ഈ ഒരു വീഡിയോയിൽ 2024 കണക്ക് പ്രകാരം മലയാളം ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന 10 ആക്ടേഴ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലൊരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇവരെ ഈ ഒരു നടന്മാരെ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ടോപ്പ് ടയർ ആക്ടേഴ്സിന്റെ കാറ്റഗറിയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മിഡ് ടയർ ആക്ടേഴ്സ്. ഈ ടോപ്പ് ടയർ ആക്ടേഴ്സ് എത്രയാണ് സാലറി വാങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു 5 കോടി മുതൽ 15 കോടി വരെയാണ് ഇവിടെ ഇവരുടെ സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിഡ് ടയർ ആക്ടേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് 1 കോടി മുതൽ 5 കോടി രൂപ വരെയായിരിക്കും ഒരു ഫിലിമിന് അവർ ചാർജ് ചെയ്യുന്നത്. അടുത്തൊരു ടീമാണ് റൈസിംഗ് സ്റ്റാർസ്. ഈ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ ഓരോ പടത്തിനനുസരിച്ച് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു സഹായ ഒരു റോളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയും. എന്നാൽ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ് അഭിനയിക്കാവുന്ന ലെവലിലുള്ള ഒരു കാലിബറുള്ള ഒരാളാണെങ്കിൽ അത്രയും ലെവൽ രൂപ വാങ്ങിച്ചിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരാൾ, അതായത് 10ാമത്തെ ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ഹിറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സൗബിൻ ഷാഹിറാണ് 10ാമത്തെ നമ്മുടെ നമ്പറിലുള്ളത്. അതായത് ഏകദേശം ഇദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ സാലറി ഒരു പടത്തിന് അദ്ദേഹം ചാർജ് ചെയ്യുന്ന എമൗണ്ട്. നമ്പർ 9ലുള്ളത് ആസിഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ രേഖാചിത്രം എന്ന് പറയുന്ന പടം അത്രയും സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. അദ്ദേഹം ഒരു പടത്തിന് ചാർജ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി മുതൽ 1.5 കോടി രൂപ വരെയാണ് ആസിഫ് അലി ഒരു പടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സാലറി ആയിട്ട് വാങ്ങിക്കുന്നത്. 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് കുഞ്ചാക്കോബനാണ്. കുഞ്ചാക്കോവിന്റെ ഒരു മൂവിയുടെ സാലറി അദ്ദേഹം വാങ്ങിക്കുന്നവരാണ് 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു പടമായിരുന്ന ബോഗൻവില്ല ആയാലും സക്സസ്ഫുള്ളി ഓടിയൊരു പടമാണ്. മെയിനായിട്ട് അദ്ദേഹത്തിന് IMDb നല്ല റേറ്റിംഗ് ഉള്ള ഒരു പടം എന്ന് പറയുന്നത് താൻ കേസ് കൂട് എന്ന് പറയുന്ന ഒരു പടമല്ലോ, അതാണ് IMDb നല്ല റേറ്റിംഗ് ഉള്ള ഒരു പടം. മറ്റൊരു പടമാണ് 2018 മറ്റേ നമ്മുടെ പ്രളയത്തിന്റെ പടം. പക്ഷേ അതിൽ ഒരുപാട് കോ ആക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെയിനായിട്ട് അദ്ദേഹത്തിന്റെ IMDb നല്ല റേറ്റിംഗ് ഉള്ള ഒരു പടം എന്ന് പറയുന്നത് എന്നാൽ താൻ കേസ് കൂട് എന്നുള്ള ഒരു പടമാണ്. അതുപോലെ തന്നെ ഒരു ഫിലിമിൽ അദ്ദേഹം വാങ്ങിക്കുന്നത് 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ്. അടുത്ത ഒരു 4 ആക്ടേഴ്സ് വരുന്നത് മിഡ് ടയർ ആക്ടേഴ്സ് ആണ്. അതായത് അവർ വാങ്ങിക്കുന്ന സാലറി എന്ന് പറയുന്നത് 1 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് പെർ ഫിലിമിന് വാങ്ങിക്കുക. ചെറിയൊരു ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ ചെറിയ റോളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയും. എന്നാൽ മെയിൻ റോൾ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു 5 crore എന്ന് പറയുന്ന ഒരു റേറ്റിലൊക്കെ ആയിരിക്കും ഒരു മൂവിക്ക് വേണ്ടി വാങ്ങിക്കുക. ഓക്കെ, നമ്പർ 7ലുള്ളത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഒരു പടത്തിന് വാങ്ങിക്കുന്നത് ഏകദേശം 2 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി ഒരു പടത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുക. സോ അദ്ദേഹം അത്രയ്ക്കും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് ബോഡിയുടെ കാര്യത്തിലായാലും ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യത്തിലൊക്കെ ആയാലും അദ്ദേഹം അത്രയ്ക്കും വില കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 2 to 3 കോടി രൂപ വാങ്ങിക്കുന്നുണ്ട്. നമ്പർ 6ൽ വരുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് ആണ്. വൺ ഓഫ് ദ ബാങ്കബിൾ യങ്സ്റ്റാർസ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ടൊവിനോ തോമസ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സാലറി ഏകദേശം 2 മുതൽ 4 കോടി രൂപ വരെയാണ് ടൊവിനോ തോമസ് ഒരു പടത്തിന് വേണ്ടി വാങ്ങിക്കുന്നത്. അടുത്ത ഒരാൾ, അതായത് ഏകദേശം നമ്മുടെ 5ാമത്തെ ആൾ എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ ഏകദേശം ഒരു 3 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് അദ്ദേഹം ഓരോ പടത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. അത് പുറത്ത്, അതായത് ഇപ്പോൾ തമിഴിലായാലും ഹിന്ദിയിലൊക്കെ ആയാലും പോയി അഭിനയിക്കുമ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ഒരു സാലറിയിൽ വ്യത്യാസം വരുത്തും. നമ്പർ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ്. ഒരു വെർസറ്റൈൽ ആക്ടർ അതുപോലെ തന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ 2 രീതിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് പൃഥ്വിരാജ്. നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ ഡയറക്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്. സോ ഒരു മിഡ് ടയർ ആക്ടേഴ്സിലും നമ്മുടെ പൃഥ്വിരാജ് ഉണ്ട്. 3 to 5 crores ആണ് അദ്ദേഹം ഒരു പടത്തിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുക. അതായത് നമുക്കൊരു പൃഥ്വിരാജിന്റെ പടം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഒരു നല്ല എന്തെങ്കിലും കണ്ടിരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോറി അന്ന് മറ്റ് എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് പോയിട്ട് കാണാവുന്ന ഒരു ആക്ടർ കൂടിയാണ്, ഡയറക്ടർ കൂടിയാണ് പൃഥ്വിരാജ്. അടുത്ത 3 മെയിൻ ആക്ടേഴ്സ് ഉള്ളത് നമ്മുടെ ടോപ്പ് ടയർ ആക്ടേഴ്സ് ആണ്. അതായത് 5 കോടി രൂപ മുതൽ 15 കോടി രൂപ വരെ ആയിരിക്കും ഒരു പടത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽ ആദ്യത്തെ ഒരാളെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുക 5 to 8 കോടി രൂപയാണ്. ഒരു വെർസറ്റൈൽ ആക്ടറാണ്. ഇത് അദ്ദേഹത്തിന് ഒരു വാല്യൂ കൂടാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിലെ ആ ഒരു ഇതും അതുപോലെ തന്നെ പുഷ്പയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള റണ്ണിങ് കൂടിയാണ് അദ്ദേഹത്തിന് ഈ ഒരു ലെവലിലേക്ക് ഉയർത്തുവാനായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ ഉയർത്തുവാനായിട്ട് സാധിച്ചത്. നമ്പർ 2ലുള്ളത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ഒരു പടത്തിന്റെ സാലറി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 8 to 12 കോടിയാണ് മമ്മൂട്ടിയുടെ ഒരു പടത്തിന്റെ സാലറി. അത് ആ ഒരു പ്രൊജക്ടിന്റെ സ്കെയിൽ അനുസരിച്ചിരിക്കും, അതുപോലെ തന്നെ ഇൻവോൾവ്മെന്റ്സിന് അനുസരിച്ചിരിക്കും. അതായത് മെയിൻ ക്യാരക്ടർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് ആ ഒരു 12 കോടി എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പോവുക, അല്ലെങ്കിൽ 8 to 10 ആ റേഞ്ചിലൊക്കെ നിൽക്കും. ഫസ്റ്റത്തെ പൊസിഷനിലുള്ളത് മോഹൻലാലാണ്. ഒരു ലെജൻഡറി ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആക്ടർ കൂടിയാണ്. 10 to 15 crores ആണ് പെർ ഫിലിമിന് വേണ്ടിയിട്ട് മോഹൻലാൽ ചാർജ് ചെയ്യുക. മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന് ലൂസിഫറും അതുപോലെ തന്നെ ദൃശ്യം ഈ ഒരു പടത്തിൽ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ആയിട്ടുള്ള ഒരു പടമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ഒരു സാലറി എന്ന് പറയുന്ന റേഞ്ച് ഉയർത്തുവാനായിട്ട് സാധിച്ചത്. ലാസ്റ്റത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതൊരു ബോണസ് പോലത്തെ ഇൻഫർമേഷൻ ആണ്. എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മഞ്ജു വാര്യർ ഉണ്ടല്ലോ, ആക്ട്രസ് മഞ്ജു വാര്യർ ഒരു പടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 1 to 2 crores രൂപയാണ് മഞ്ജു വാര്യർ ഒരു പടത്തിന് വേണ്ടിയിട്ട് മെയിൻ ആക്ട്രസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ചാർജ് ചെയ്യുക. അതേപോലെ നയൻതാര എന്ന് പറയുന്ന നയൻതാര ചാർജ് ചെയ്യുന്നത് 1.5 to 2 crores വരെയാണ് ഫോർ മലയാളം പ്രൊജക്ട്സിന് കേട്ടോ. അവിടെ തമിഴിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാവും. അവിടുത്തെ മെയിൻ ഹീറോ അല്ലെങ്കിൽ ആക്ട്രസ് കൂടിയാണ് നയൻതാര. സോ അവിടെ വേറെ ലെവലായിരിക്കും. ഇവിടെ എത്തുമ്പോൾ 1.5 to 2 crore ആണ് നയൻതാര ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.